സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ? അതല്ലേ ബലം പിടിക്കാണ്ടിരുന്ന മതിയല്ലേ? ആ മതി മതി. എന്താ വെച്ചിരിക്കുന്നത്? പൊട്ട സ്റ്റെപ്പ്. തനിങ്ങോട്ട് വന്ന് എന്താ കൃപേഷ്? അല്ല സാറേ, ഷർട്ട് തുന്നാൻ അറിയോ? ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ടേ. തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞൂടാ. ഇപ്പൊ മനസ്സിലായി സാർ. അപ്പൊ ഇനി ഇവിടെ കിടന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കോറിയോഗ്രാഫേഴ്സിനെ ഞാൻ കൊണ്ടുവരും. തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. വേണ്ട സാർ. സാർ, സാറിന്റെ ഇഷ്ടം പോലെ കളിച്ചു. പ്രകാശ് സാർ. ആ ഞാനിപ്പോ വരാം. ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ആയിക്കോട്ടെ സാർ. ആകെ വിയർത്തല്ലോ. ശീലമായി പോയി സാർ. ഓ സ്ക്രിപ്റ്റായിട്ട് വന്നായിരിക്കും അല്ലേ? യെസ്, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. സാർ ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ടിട്ട് അഹങ്കാരോടൊന്നും വിചാരിക്കരുത്. എന്താ? ഞാൻ ആകെ 6 പടം ചെയ്തിട്ടുള്ളൂ. അതിൽ 4 പടങ്ങൾ 100 ഡേയ്സ് ഓടിയ പടങ്ങളാണ്. ഇപ്പോൾ 2 പടം തിയേറ്ററിലുണ്ട്, ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. ദൈവസാഹചന്റെ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന സാറിന് എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ? എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നിട്ടുള്ളതെന്നും അന്വേഷിച്ചു നോക്കും. അല്ല സാർ, ഏയ് ഞാൻ കൃപേശനെ തർക്കിച്ച് പറഞ്ഞല്ല. ബട്ട് ബിലീവ് മീ, എൻ്റെ കുറെ NRI ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതെപ്പോൾ ചെയ്യാമെന്ന് പറ, അത്രേ ഉള്ളൂ. ഫണ്ട് റെഡി. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ഇൻവെസ്റ്റേഴ്സ് വരും, ഫണ്ട് റൈസ് ചെയ്യുമെന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇതുപോലെ നടക്കുമോ? പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു തകരാൻ പാടില്ല. കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. തൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, വായിക്കാനൊന്നുമില്ല. സാർ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരമോ സാർ? ഇല്ല, ഒരിക്കലും. ഓക്കെ, എന്നാൽ നമുക്ക് ഇരിക്കാം സാർ. അരുൺ, ജിബി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ. പുല്ല്, സാർ എന്നെ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വേറെ ആളെ നോക്കാം. ഞാനിപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ. അതുകൊണ്ട് എവിടെ ചെന്നാലും ടോർച്ചറിങ്ങും ഓവർ റൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇയാളെ വെച്ച് പടം ചെയ്താൽ ഇപ്പം നമ്മൾ സേഫാണ്. അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓഡിയനുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും. എന്നാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേഡാവുന്നു. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അരുൺ, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് പറയുക. ഹലോ പ്രതീഷ്. ആയിടോ, അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റന്നാളാണ് തനിക്ക് ഷൂട്ട്. താൻ ഫ്രീ ആണല്ലോ അല്ലേ? ആ ഫ്രീ ആണ്. ആ പിന്നെ നമ്മൾ തുടങ്ങുന്നത് ഡ്യൂറ്റ് റൗണ്ടിലാണ്. ആ കൃഷ്ണനോണി ഇല്ലേ, പുള്ളിയാണ് തൻ്റെ ഒപ്പം ഡ്യൂറ്റ് പാടുന്നത്. പിന്നെ സിനിമാ പാട്ടല്ല, ഇപ്രാവശ്യം പുതിയ വരികൾ 2 പേരും കൂടി കമ്പോസ് ചെയ്തോണം പാടാൻ കേട്ടാ. അയ്യോ, ട്യൂൺ കമ്പോസ് ചെയ്യാനൊന്നും എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, 2 പേരും കൂടി ഫോണിലൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ തന്നെ വരികൾ അയച്ചു തരാം, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ ഓക്കെ, ശരി എന്നാൽ. കൃഷ്ണനുണ്ണി, തനിക്കൊരു പഴയ നടൻ മോഹൻകുമാറിനെ അറിയുമോ? മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു സിനിമ അത്യാവശ്യം ഹിറ്റായതുകൊണ്ട് അയാൾക്ക് കുറെ ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. തനിക്കൊരു 2 മാസം മോഹൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇന്നാളും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുക. ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും. അല്ല, അപ്പം ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യാം. സാറേ, സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത്. അല്ലാതെ ഞാനിത് തന്നോട് പറയാമല്ലോ, ഈ വണ്ടിയുടെ RC ബുക്ക് പോലും പണയത്തില്ല. 1-2 മാസമായിട്ട് തൻ്റെ ശമ്പളം പോലും മുഴുവനായിട്ട് തന്നിട്ടുമില്ല. അയ്യോ സാറേ, ഞാനതൊന്നും. ഞാൻ പറയട്ടെ, പ്രോജക്റ്റ് നടക്കും. അതിൽ കൃഷ്ണനുണ്ണിക്കൊരു പാട്ടുണ്ട്, പാട്ടുകളുണ്ട്. അതെന്റെ വാക്കാ. തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണൻ. ആരാ? കൃഷ്ണനുണ്ണി. പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്. അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്ന എന്താ? അയ്യോ, ഇവരെൻ്റെ കൂടെ വന്നതല്ല. ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് വരിക.
സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ? നിങ്ങൾ കയറി. ആ ഉണ്ണികൃഷ്ണ. കൃഷ്ണനുണ്ണി. അതെ കൃഷ്ണനുണ്ണി. നമുക്ക് ഇവരിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ. ഓ ശരി. ആ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ. ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തുവിടാം. ആയിക്കോട്ടെ. കുമാരിയമ്മേ ആ താക്കോൽ എടുത്ത് കൊടുക്ക്. എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? ആ പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത്. ഓ ഇതേ സാറിന്റെ ഹൃദയമാ, ഹൃദയം. ആയ കാലത്ത് കൂടെ കൂട്ടിയതാ. താക്കോല് രണ്ട് കൈ നീട്ടടാ. അപ്പോ ഞങ്ങൾ വന്ന കാര്യം പറയാം. അടുത്തതിന്റെ പിന്നത്തെ ഞായറാഴ്ച മോഹൻ ഒരു സ്വീകരണം രാമവർമ്മ ക്ലബ്ബിൽ വെച്ച് തരാനായിട്ട് യോഗം തീരുമാനിച്ചിരിക്കുക. അത് വേണോ? അത് വേണം. 30 കൊല്ലത്തിന് ശേഷം ഗംഭീര തിരിച്ചു വരവല്ലേ. പിന്നെ സിനിമയും തകർത്ത് കളിക്കാണല്ലോ. ഒരു സെക്കൻഡേ. ഓ ആ രവിട്ട. എടോ താൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ രവിട്ട ശബ്ദമല്ലായിരിക്കുന്നത്? ആ ഇത്തിരി കുഴപ്പമുണ്ടോ. നമ്മുടെ സിനിമ നാളെയും കൂടെ തിയേറ്ററിൽ കളിക്കൂ. മറ്റന്നാൾ ക്രിസ്മസ് പടങ്ങൾ വരുമ്പോൾ കളിക്കാൻ തിയേറ്ററില്ല അത്രേ. എല്ലാ സെൻറ്റേഴ്സിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഫാമിലി ഓഡിയൻസ് നന്നായി കയറി വരുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊന്നും സംസാരിച്ചില്ലേ? അവരിതൊരു ചെറിയ ഫില്ലർ പടമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ. അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ടല്ലോ രവിയേട്ട. സങ്കടമായിട്ട് വയ്യടോ. ഞാൻ പിന്നെ വിളിക്കാം. പറ്റിയാൽ നമുക്ക് നാളെ വൈകിട്ട് കാണാം. അടുത്ത ഞായറാഴ്ച നമ്മൾ പല തിയേറ്ററുകളിലായിട്ട് 1200 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ കാണാത്ത അംഗങ്ങള് താല്പര്യമുള്ളവർ കണ്ടോട്ടെ. മോഹൻ എന്താ വല്ലാതിരിക്കുന്നത്? ടിക്കറ്റ് എല്ലാം ഞങ്ങൾ പേ ചെയ്തെടുത്തോളാം. എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നവരെങ്കിലും തിയേറ്ററിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂ രവിയേട്ട. എടാ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല, തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്. അതങ്ങനെയാ. ഒരു വർഷം 160-ൽ പരം സിനിമകളല്ലേ ഇറങ്ങുന്നത്. കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു എന്നെ ഒരുപാടങ്ങ് മോഹിപ്പിച്ചു. അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കും, ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വരും. അങ്ങനെ ടി വിയിലൂടെയാണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും. ഹലോ, എന്താണ് കണ്ണു കണ്ടൂടെ? എന്താ എന്നെ മനസ്സിലായില്ലേ? ഹംസ രണ്ടത്താണി. മനസ്സിലായില്ല. 10-35 കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ. തന്റെ വിളയാട്ട് കാലം മദിരാശിയില് നമ്മുടെ അനിയച്ചാര് ചെയ്യണ കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി. അങ്ങനെ ആലപ്പി ഷെറീഫിന്റെ നല്ല 1-ാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തൊരു ചാടയായിരുന്നു. തമിഴ്, ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്താണെന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി. എന്നാ കൊണാപ്പ് പടമാടോ. പൊലിഞ്ഞ കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? തന്റെയൊക്കെ കാലം കഴിഞ്ഞടോ. വേണ്ട വേണ്ട നീ ഇങ്ങോട്ട് വന്നേ.